നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരേ ഒരു മോൾ ചേറ്റക്കൂട്ടങ്ങളോടൊപ്പം കൂടി അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഇവളെ കൊല്ലാക്കൊല ചെയ്യിക്കാൻ ആ നരകക്കുഴിയിലേക്ക് ഓടിക്കാനാണോ നിന്റെ ഭാവം? ഞങ്ങളിനി മനോജിന്റെ വീട്ടിലേക്ക് പോകുന്നില്ല അമ്മേ. തിരിച്ചു പോന്നില്ലെന്നോ? അതെന്താ? ഒന്നും പറയണ്ട അമ്മേ, അടുത്തു. അതൊരു ഭ്രാന്താലയോ. ഒരു നിമിഷം പോലും സാമാന്യം ബുദ്ധിയുള്ള ഒരാൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. മോളെ, നീ എന്തൊക്കെ അസംബന്ധോ ഈ പറയുന്നത്? എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടും ഞാൻ അവിടെ നിന്നതാ. ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. എന്താ മോളെ ഉണ്ടായത്? നീ ഒന്ന് തെളിച്ചു പറ. പ്രകാശേട്ടന്റെ കയ്യിൽ നിന്ന് പൊതിരെ തല്ലും തൊഴിയും കൊണ്ടിട്ട് പേരും കള്ളൻ എന്ന ബഹുമതിയും പറ്റിക്കൊണ്ടാ എന്റെ ഭർത്താവിന്റെ വരവ്. എന്റെ കുഞ്ഞിനെ പിറക്കാൻ അനുവദിക്കാതെ അരും കൊല ചെയ്ത വന്ദന. തെറ്റ് ചെയ്തിട്ടാണെങ്കിലും എന്റെ ഭർത്താവിനെ ഒരുപാട് തല്ലുകയും കള്ളനെന്ന് വിളിച്ചു പോവുകയും ചെയ്ത ദുഷ്ടനായ പ്രകാശ്. എല്ലാം കണ്ടും കേട്ടും ശവങ്ങളെ പോലെ കഴിയുന്ന അച്ഛനമ്മമാര്. ആ നരകത്തിൽ ഒരു അന്തി ഉറങ്ങാൻ എനിക്ക് കഴിയോ അമ്മ? അമ്മ പറ. മോളെ, ഒരു കുടുംബമാകുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. പ്രത്യേകിച്ചും ഒരു കൂട്ടുകുടുംബമാകുമ്പോ ഇതൊക്കെ നിത്യസംഭവങ്ങൾ തന്നെയാ. എല്ലാം സഹിച്ചും ക്ഷമിച്ചും രമ്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകല്ലേ വേണ്ടത്. അല്ലാതെ എല്ലാം ഉപേക്ഷിച്ച് എടുത്തു ചാടി ഇങ്ങോട്ട് പുറപ്പെട്ടു പോരുവാണ് വേണ്ടത്. എന്തൊക്കെ വന്നാലും ഭൂമിദേവിയോളം ക്ഷമിച്ച് കയ്പുനീര് കുടിക്കാൻ വിധിക്കപ്പെട്ടവരാ നമ്മളെ ഭാര്യമാര്. മോള് തൽക്കാലം ഒന്ന് വിശ്രമിക്ക്. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അമ്മയുടെ ഒടുക്കത്തൊരു സാരോപദേശം. ഒരേ ഒരു മോൾ ചേറ്റക്കൂട്ടങ്ങളോടൊപ്പം കൂടി അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഇവളെ കൊല്ലാക്കൊല ചെയ്യിക്കാൻ ആ നരകക്കുഴിയിലേക്ക് ഓടിക്കാനാണോ നിന്റെ ഭാവം? ഒരു പിഞ്ചു കുഞ്ഞിനെ കലക്കി തെറിപ്പിച്ച് കലി തീർത്തവളാണ് വന്ദന. അവള് എന്റെ മോളെ കൊല്ലില്ലെന്ന് എന്താടി ഉറപ്പ്? വേണ്ട, എന്റെ മോൾക്ക് ഇനി മാധവന്റെ വീട്ടിൽ ഒരു കുടുംബജീവിതം വേണ്ട. സമാധാനത്തോടെ ഇവിടെ കഴിയട്ടെ. എന്റെ മോളെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചതിന് നന്ദി. ഇനിയും എന്തിനാടാ ഇവിടെ മണപ്പിച്ച് നിൽക്കുന്ന? ഇറങ്ങി പോടാ. ഹരിതേ, ഞാൻ ഇറങ്ങുവാ. എങ്ങോട്ട്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച കടത്തെണ്ണ കിടന്നുറങ്ങുന്നതും ശീലിക്കാവുന്നതേ ഉള്ളൂ. അച്ഛാ, ഇനി മനോജ് ആ വീട്ടിലേക്കില്ലെന്ന തീരുമാനത്തോടെ വന്നിരിക്കുന്നത്. എന്തൊക്കെയായാലും എന്റെ ഭർത്താവല്ലേ. അവനെയും എന്നോടൊപ്പം ഇവിടെ കഴിയാൻ അനുവദിക്കണം. അച്ഛൻ അനുവദിച്ചില്ലെങ്കിൽ ഞാനും അവനോടൊപ്പം തെരുവിലേക്ക് ഇറങ്ങിക്കോളാം. അയ്യോ, അത്രയും വലിയ കടുങ്കയൊന്നും വേണ്ട മോളെ. മുൻ MLA കുറുപ്പിന്റെ മോളും മരുമോനും കടത്തിണ്ണ നിരങ്ങുന്ന വാർത്ത കാട്ടുതീ പോലെ പടരും. അടുത്ത തെരഞ്ഞെടുപ്പില് അത് കുറുപ്പിന്റെ വിജയ സാധ്യതയെ ബാധിക്കും. അത്രയും വലിയ തിരിച്ചടി കുറുപ്പ് ഇഷ്ടപ്പെടുന്നില്ല. മോളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. മിസ്റ്റർ മനോജ് മാധവൻ നായർ, ഇത് ഞാൻ എടുക്കണോ?
ഉം. ഉം. ഇത്രയും കാലം എന്റെ മോള് മാധവന്റെ വീട്ടിൽ നരകയാതന അനുഭവിച്ചു. ഇനി മാധവന്റെ മോൻ കുറുപ്പിന്റെ വീട്ടിലും അതനുഭവിക്കാൻ പോകുക. മനോജിനെ പ്രകാശേട്ടൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ചതച്ചു. എന്നെ ആക്ഷേപിച്ച് സംസാരിച്ചു. എനിക്കിനി ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല അമ്മേ. മനോജിനെയാണ് തല്ലിയതെങ്കിലും അതൊക്കെ കൊണ്ടത് എന്റെ ചങ്കില. എന്റെ മനസ്സിനെ വേദനിപ്പിക്കാനായിരിക്കും ആ ദുഷ്ടന്റെ ലക്ഷ്യം. ആ നരകത്തിലേക്ക് ഇനി ഞാൻ ഇല്ലമ്മേ. അല്ല, മനോജിനോട് എന്തിനാ അവര് വഴക്കിട്ടത്? അത് അച്ഛൻ പെൻഷനായപ്പോ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് നടത്താൻ വേണ്ടി അമ്മ എനിക്ക് കുറച്ച് പണം തന്ന് സഹായിച്ചിരുന്നു. എന്നിട്ട് ബിസിനസ് വിചാരിച്ച പോലെ വിജയിച്ചില്ല. ഞാൻ ഊഹിച്ചു. ഇറക്കിയ പണം മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അച്ഛന്റെ പെൻഷൻ പണം മുഴുവൻ ബിസിനസ് നടത്തി നശിപ്പിച്ചതിലുള്ള ദേഷ്യവും വൈരാഗ്യവും പ്രകാശേട്ടൻ എന്നോടുണ്ടായിരുന്നു. പ്രകാശേട്ടന് മാത്രമല്ല, വന്ദന ചേച്ചിക്കും വസന്ത ചേച്ചിക്കും ഒക്കെ എന്നോട് ദേഷ്യം തന്നെയായിരുന്നു. അതിൻ്റെതായ കുറ്റപ്പെടുത്തലും അവഗണനയും ഞാൻ ഒരുപാട് നാളായി സഹിക്കുക. ഇപ്പോ തല്ലി പടിയിറക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ട് പോവാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. ദൈവമേ, എന്തൊക്കെയാ ഞാനീ കേക്കുന്നേ? ഒരേ ഒരു മോളുടെ ജീവിതം ഇത്രയ്ക്ക് ഗതികെട്ട് പോയല്ലോ ഈശ്വര. എന്തൊക്കെയാ ഇത്? മാധവന്റെ വീട്ടിലേക്ക് ഹരിതയെ ഞങ്ങൾ ആരും ഉന്തിത്തള്ളി വിട്ടതൊന്നുമല്ലല്ലോ. തന്നിഷ്ടപ്രകാരമല്ലേ പോയത്. മനോജിന്റെ വീട് സ്വർഗമായിരുന്നെന്നാണല്ലോ നീ പറഞ്ഞിരുന്നത്. അത് നരകക്കുഴി ആയിരുന്നെന്ന് നിനക്കിപ്പോഴെങ്കിലും ബോധ്യമായല്ലോ. എന്താ ഇങ്ങനെയൊക്കെ? മോളാകെ സങ്കടപ്പെട്ടു വന്ന് നിൽക്കുമ്പോ ആശ്വസിപ്പിക്കേണ്ട അച്ഛനല്ലേ നിങ്ങള്? ഇനിയിപ്പോ ആശ്വസിപ്പിച്ചില്ലെങ്കിലും പോട്ടെ, ഈ കുത്തുവാക്കെങ്കിലും നിങ്ങൾക്കൊന്ന് ഒഴിവാക്കിക്കൂടെ? ആ ജഗ വന്നല്ലോ യുവജന നേതാവ്. അറിഞ്ഞില്ലേ, മാധവൻ നായരുടെ വീട്ടിലെ സുഖ സൗകര്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി നിന്റെ പെങ്ങളും അളിയനിങ്ങ് പോന്നിരിക്കുക. ഈ ദുരന്തത്തെക്കുറിച്ച് ഞങ്ങളോട് യുവജന നേതാവിന് എന്താണ് പറയാനുള്ളത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.